മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് കാപ്പി പറിക്കാൻ പോയ രാധയെ കടുവ കൊന്നു. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിനിടെ തിരച്ചിലിനിടെ വീണ്ടും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ 24-നോട് പറയുകയും ചെയ്തു. പോലെ കേട്ടു ഗ്രെന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ പരിസരമെല്ലാം വായിച്ച് ലേശം നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടാണ്, നല്ല ഹൈറ്റാ. വാലൊക്കെ അങ്ങനെ തൂങ്ങി. കരിയില കൊണ്ട് അതിൻ്റെ നിറം മനസ്സിലായില്ല. ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കി, അപ്പോഴേക്കും ഞങ്ങൾ ഓടി. കടുവ കണ്ടു? നേരിട്ട് കണ്ടു. സന്ദർഭത്തിലും കടുവ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ ബന്ധുവാണ് മരിച്ച രാധ എന്ന വിവരം കൂടി വരുന്നുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് അഭിജിത്തും സുർജിത്തും ചേരുന്നു. നമുക്ക് സുർജിത്തിലേക്ക് പോകാം. സുർജിത്ത്, മിന്നുമണിയുടെ ബന്ധു കൂടിയാണ് എന്നുള്ള വിവരം. ഏതായാലും രാധ പോയത് വല്ലാത്ത വേദനയാകുന്നു, നാടിനെ ആകെ നടുക്കിയിരിക്കുന്നു. ഒപ്പം കടുവയ്ക്കായുള്ള തെരച്ചിൽ പരിശോധന അതിങ്ങനെ തുടരുന്നു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കൂടുതൽ വനംവകുപ്പ് സംഘം ഇവിടേക്ക് എത്തുന്നു, RRT ടീം എത്തുന്നു. അവർ പരിശോധനയ്ക്കായി വനഭാഗത്തേക്ക് കയറുന്നു. അതായത് ഇപ്പോൾ അവർ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് രാധയെ കടുവ പിടികൂടിയ ആ സ്ഥലമാണ്. ഈ കാപ്പിത്തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം. അവിടെ തണ്ടർബോൾട്ട് സംഘം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഏതാണ്ട് 150 മീറ്റർ അകലേക്കാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. മൃതദേഹം കാണപ്പെട്ടത് 150 മീറ്റർ അകലെ നിന്നാണ്. ഈ കാപ്പിത്തോട്ടം കടന്ന് വനമേഖലയാണ്, വനാതിർത്തിയിലാണ് ഈ തോട്ടമുള്ളത്. ഈ തോട്ടത്തിനപ്പുറത്താണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, മിന്നുമണി തന്നെ ഫേസ്ബുക്കിൽ അത് കുറിച്ചിട്ടുണ്ട്. അവരുടെ അമ്മാവൻ്റെ ഭാര്യയാണ് ഈ മരിച്ച രാധ എന്നുള്ള വിവരമാണ് മിന്നുമണി പങ്കുവയ്ക്കുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് കേൾക്കാനിടയായത്. വയനാട് പഞ്ചാരക്കൊല്ലിയിലുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത് എൻ്റെ അമ്മാവൻ്റെ ഭാര്യയാണ്. അക്രമകാരിയായ കടുവയെ എത്രയും വേഗം പിടികൂടി പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നുള്ളതാണ് മിന്നുമണി ഇട്ട പോസ്റ്റ്. അവരുടെ ചിത്രം സഹിതം മിന്നുമണി രാധയുടെ ചിത്രം സഹിതം ഇട്ടിട്ടുണ്ട്. എന്തായാലും നടക്കുന്ന സംഭവം തന്നെയാണ് ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. വാഗേരിയിൽ ഇതിനു തൊട്ടു മുമ്പ് നടന്നത് പ്രജീഷിന്റെ സൂചിപ്പിച്ച പോലത്തെ മിന്നുമണിയുടെ FB പോസ്റ്റാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്പം മുമ്പാണ് കേൾക്കാനിടയായത്. വയനാട് പഞ്ചാരിക്കുലിയിലുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് എൻ്റെ അമ്മാവന്റെ ഭാര്യയാണ്. അക്രമകാരിയായ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടി പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നും മിന്നുമണി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സുർജിത്തിലേക്ക് പോകുമ്പോൾ, സുർജിത്ത്, കടുവയെ അല്പനേരം മുമ്പ് വീണ്ടും കണ്ടു എന്നുള്ളത് വളരെ അങ്ങേയറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഇനി കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലാനുള്ള നടപടികൾ, അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കേജിങ് ആദ്യം ചെയ്യണം, പിന്നീട് ആണ് കടുവയെ മയക്കുവെടി വെക്കേണ്ട പ്രൊസീജിയറിലേക്ക് കടക്കുക. അത്തരത്തിലുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് ഇതിനകം കടന്നു കഴിഞ്ഞു. കേജിങ് ആരംഭിക്കാനുള്ള നടപടികൾ അത് തുടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? ഇത് മയക്കുവെടി വെക്കലല്ല, വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലുള്ള ആ ദൗത്യം തന്നെയാണ് നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മയക്കുവെടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഈ മാൻ ഈറ്റർ ആയിട്ടുള്ള, അതായത് മനുഷ്യനെ കൊല്ലുന്ന നരഭോജിയായ കടുവയെ സ്വാഭാവികമായും വെടിവെച്ച് കൊല്ലാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതനുസരിച്ചാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നതും. ആ ഉത്തരവിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, എന്തായാലും കൂട് സ്ഥാപിക്കും. എന്തായാലും മയക്കുവെടി വെക്കുക എന്നുള്ളതല്ല പ്രിഫറൻസ്, അതിനപ്പുറത്തേക്ക് വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലേക്ക് ആ തരത്തിലുള്ള ദൗത്യം നടപ്പാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇത് അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വനം വകുപ്പും ഒപ്പം തന്നെ വനം മന്ത്രിയും ഈ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള OR കേളും ഉൾപ്പെടെയുള്ളവർ അത് അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം ജനങ്ങൾ ഉയർത്തുന്നു. ആ ആവശ്യം അംഗീകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തെരച്ചിൽ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇവിടെയുള്ളത്. കൂടുതൽ വനംവകുപ്പ് സംഘം, RRT ടീം, അത് പൂർണ്ണമായും ആയുധങ്ങളോടുകൂടി തോക്കുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് RRT സംഘം ഈ മേഖല അരിച്ചുപെറുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാത്രിയായാൽ ഇരുട്ട് വീണാൽ എന്തായാലും ദൗത്യം സാരമായ രീതിയിൽ ദൗത്യത്തെ അത് ബാധിക്കും. അതിനു മുമ്പ് കൂടെത്തിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വനംവകുപ്പ് ടീം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ പോലീസ് സംഘമുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. തണ്ടർബോൾട്ട് സംഘം മാവോയിസ്റ്റ് വിരുദ്ധ കോമ്പിങ്ങിൻ്റെ ഭാഗമായി വന മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു
മൃതദേഹം കാണപ്പെടുന്നത്. അത് പിന്നീട് നടത്തിയ പരിശോധനയിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയ നിലയിലാണ് മൃതദേഹം ഛിന്നഭിന്നമായ നിലയിൽ തല ഉടലിൽ നിന്ന് അടർന്ന നിലയിൽ അത്തരം ഭീതിതമായ ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എല്ലാവരും പങ്കുവയ്ക്കുന്ന കാര്യം. ഈ പ്രദേശത്ത് അങ്ങനെ പിന്നീട് മൃതദേഹം എടുത്ത് ഈ തൊട്ടടുത്തുള്ള പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് മൃതദേഹം പിന്നീട് വെച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു. ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് ഈ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. അവർ ഈ മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് പോയി. ആ മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് പോയപ്പോൾ 3 പേർ പോയപ്പോഴാണ് അവർ പെട്ടെന്നാണ് കടുവയെ കണ്ടത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. കടുവയെ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് കടുവ ഒരു പതുങ്ങി കിടക്കുന്ന നിലയിലായത്. മൃതദേഹം കിടന്ന ഭാഗത്തിൻ്റെ ഏതാണ്ട് അടുത്തായാണ് ഈ കടുവയെ കണ്ടത്. കടുവ ഇവരെ കണ്ട വഴിക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് കുടഞ്ഞു എന്നുള്ളതാണ്, ശരീരം കുടഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത്. 3 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്ന 3 പേർ ശരിക്കും ഈ കടുവയെ കണ്ടു. ഇതിനുശേഷം കടുവയ്ക്ക് നല്ല നീളവും ഒത്ത ഉയരവും ഉണ്ട്. പക്ഷേ വയറെല്ലാം തന്നെ ഒട്ടിയ നിലയിലാണ്. ശരിക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പ്രദേശത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകളാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അവർ നേരെ ഓടി ഈ സ്ഥലത്തേക്ക് വരികയായിരുന്നു. നേരെ ഓടി ഈ സ്ഥലത്തേക്ക് എത്തുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. RRT സംഘത്തിനൊപ്പം നാട്ടുകാരുമുണ്ട്. നാട്ടുകാരിൽ 3 പേർ കടുവയെ വീണ്ടും കണ്ടു. അതിൻ്റെ ഒരു പരിഭ്രാന്തിയൊക്കെ അവർക്കുണ്ട്. പക്ഷേ കടുവ ക്ഷീണിതനാണ് എന്ന് അവരിൽ ഒരാൾ പറയുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പരിശോധന കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാണ്. കടുവയെ തിരഞ്ഞ് ഒരു സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് സുർജിത്ത് അവിടെ നിന്ന് തരുന്ന വിശദാംശങ്ങൾ.